നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉത്തർപ്രദേശിലെ ഹരിദ്വാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഹരിദ്വാർ ടെമ്പിളിലോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് അവിടുത്തെ എൻട്രൻസിൻ്റെ ആ പാതയിൽ തന്നെ ഫിഷക്കാർ നിരയായിരുന്നു കൊണ്ട് സന്യാസിമാരും ഫിഷക്കാർ നിരയായിരുന്നു ഫിഷ് യാചിക്കുന്ന ഒരു രംഗമാണ് കണ്ടത്. ഇത് അവിടുത്തെ ചെറിയൊരു മാർക്കറ്റാണ്, ഹരിദ്വാറിലുള്ള ചെറിയൊരു മാർക്കറ്റാണ് കാണുന്നത്. ഹരിദ്വാർ ഗംഗാ നദിയുടെ തീരത്തും ഫിഷ് യാചിക്കുന്ന സന്യാസിമാരിന്ന് ഫിഷ് യാചിക്കുന്നുണ്ട്. ഇവിടെ വളരെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ കാണുന്ന നദി ഇത് ഗംഗാ നദിയാണ്. ആൾക്കാർ ഈ ഗംഗാ നദിയിൽ സ്നാനത്തിനു വേണ്ടി സ്നാനത്തിനു വേണ്ടി ഇവിടെ വരും. അവർ വന്ന് കുളിച്ചുകൊണ്ട് അവർ പോകും. പൂജാരിമാർ മറ്റ് പൂജയും മറ്റ് കാര്യങ്ങളും ചെയ്യുവാനും ഇതിന് ഇവിടെ അവൈലബിളായിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ കാണുന്നതെല്ലാം ഈ കാണുന്നത് ഗംഗാ നദിയാണ്. ഗംഗാ നദിയുടെ സൈഡിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത്. ഈ ഗംഗാ നദിയുടെ മുകളിലുള്ളൊരു പാലമാണിത്. രണ്ട് സൈഡിലും നദിയാണ്. മുകളിൽ കാണുന്നത് ഒരു ശിവക്ഷേത്രമാണ്. ആൾക്കാർ താഴെ നിന്ന് ഈ മല കയറി മുകളിൽ പോകും. ശിവക്ഷേത്രമാണ് കാണുന്നത്. ഇവിടെ നിന്ന് ആൾക്കാർ പതുക്കെ നടന്ന് ആ മുകളിൽ പോയി അവരുടെ പൂജയും കാര്യങ്ങളും അവർ ചെയ്യും. നമ്മൾ ഇന്ന് വളരെ തിരക്കില്ല, ഇന്ന് തിരക്ക് ഉണ്ട്. ഇത് കാണുന്നത് വഴിയോര കച്ചവടക്കാരാണ്. അവരുടെ മതപരമായ സാധനങ്ങളും കളിപ്പാട്ടങ്ങളും വിൽക്കുവാനിരിക്കുന്ന വഴിയോര കച്ചവടക്കാരാണ് ഇവിടെയുള്ളത് കാണുന്നത്. ഇവിടെ ഒരു അപ്പച്ചൻ മതപരമായ അവരുടെ റിലീജിയസ് പരമായ എന്തോ ഒന്ന് വിൽക്കുവാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഒരു സന്യാസി എന്ന് തോന്നുന്നു. താൻ പഴയ തുട്ടുകളുടെ കളക്ഷൻ താൻ സ്വരൂപിച്ചുകൊണ്ട് അതും താൻ വിൽക്കാൻ വേണ്ടി വച്ചിരിക്കുന്നു. ഈ കാണുന്നത് ഇതിൽ ഗംഗാ നദിയിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് ഇതിനകത്ത് നിറച്ചുകൊണ്ട് അവർ കൊണ്ടുപോയി ഋഷികേശിൽ അവരുടെ അമ്പലത്തിൽ അവർ വെള്ളം അവിടെ മൂർത്തിയുടെ മുകളിൽ ഒഴിക്കും. ഇത് കാണുന്നത് അവരുടെ ആൾക്കാർ കുളിക്കുന്നതാണ്. ഗംഗാ നദിയെ ഹിന്ദു മതവിശ്വാസം അനുസരിച്ച് ഇവിടെ കുളിച്ചു കഴിഞ്ഞാൽ ഈ നദിയിൽ കുളിച്ചു കഴിഞ്ഞാൽ പാപങ്ങളെല്ലാം മോചിക്കപ്പെടും എന്നാണ് വിശ്വാസം. വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത്. ഇവിടെ വീണ്ടും വഴിയോര കച്ചവടക്കാർ അവരുടെ മതപരമായ കാര്യങ്ങൾ വിൽക്കുവാൻ വേണ്ടിയിരിക്കുന്നു. രുദ്രാക്ഷവും ഇത് കാണുന്നത് കഞ്ചാവ്, അവിടുത്തെ സ്വാമിമാർ വലിക്കുന്ന കഞ്ചാവ് വലിക്കുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് കഞ്ചാവിൻ്റെ പൊടിയും ഇട്ട് വലിക്കുമെന്നതാണ്.